പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പകലിൽ വാഴ്ചപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന് സാക്ഷിയായ ദൈവവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം ഇളയവൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കേണ്ടവണ്ണം സന്തോഷിപ്പാൻ, ആരാധിക്കേണ്ടവണ്ണം ആരാധിപ്പാൻ, ആയിരിക്കേണ്ടവണ്ണം ആയിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അറിയുന്നൊരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉൾക്കാമ്പുകളെയും അറിയേണ്ടവണ്ണം അറിയുന്നൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്തറിയുന്ന ഒരു സർവ്വകൃപാലുവായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർപിടിക്കാൻ കഴിയുന്നതും തുളച്ചു ചെല്ലുന്നതുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, മഹാരാജാവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദവിടവുമാ. ആ സർവ്വകൃപാലുവാകുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ മറന്നു പോകല്ല്. ജീവിതത്തിൽ ഏത് അവസ്ഥകളെയും വ്യക്തമായി ശോധന ചെയ്തറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ശുശ്രൂഷിച്ച് വന്നതാകുന്ന ശുഭ തുറമുഖം എന്ന ആ വിഷയത്തെ ആസ്പദമാക്കി തന്നെ ഇന്ന് പകലിലും ദൈവസന്നിധിയിൽ ആ തിരുവചന വേദഭാഗത്തെ ആ മെസ്സേജിൻ്റെ കണ്ടിന്യൂഷനായി എടുക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവം എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചതാകുന്ന ഒരാത്മീക ദൂതിൻ്റെ പൂർത്തീകരണം വരുത്തുവാൻ വേണ്ടി അതിൻ്റെ തുടർഭാഗവും ചിന്തിക്കേണ്ടതായിരിക്കാലാണ് ഇന്നും ഞാൻ ഇങ്ങനെ ഒരു വേദഭാഗം എടുക്കുവാനായി ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഇങ്ങനെ വായിപ്പാൻ ഇടയായിത്തീർന്നു. 107-ാം സങ്കീർത്തനത്തിൻ്റെ 23 മുതൽ 43 വരെയുള്ള വേദഭാഗത്ത് ഇങ്ങനെ കാണുവാൻ ആഴിയിൽ അവർ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ കണ്ടു എന്ന വായിപ്പാനിടയായിത്തീർന്നത്. ആഴിയിൽ അവർ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങൾ കണ്ടു എന്ന് വായിപ്പാനിടയായിത്തീർന്നു. ഇന്നേ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, പൗലോസ്ലീഹായോട് ചേർന്ന് നടന്നതാവുന്ന പ്രിയ ലൂക്കോസിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയുവാനിടയായിത്തീർന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയത്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത് വൈദ്യനായ പ്രിയ ലൂക്കോസ് ആയിരുന്നു. തന്നെക്കുറിച്ച് ചരിത്രം പറയുന്നത് AD 85 പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിരോധികൾ തന്നെയും വാളിന് ഇരയായി തീർത്തു, അല്ലെങ്കിൽ കൊലക്കയറിന് ഇരയാക്കി തീർത്തു എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ ലൂക്കോസിനെ കുറിച്ച് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ലൂക്കോസ് എന്ന് പറഞ്ഞ വ്യക്തിയും പൗലോസ്ലീഹായും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകുവാൻ കാരണം, പൗലോസ്ലീഹായുടെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ കൃപ നിനക്കു മതിയെന്ന് ദൈവം പൗലോസ്ലീഹായുടെ അടുക്കൽ ഒരു ആലോചന പറയുവാൻ കാരണം, വേദപഠിതാക്കളുടെ വ്യാഖ്യാനവും പഠനവും അനുസരിച്ച് നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. പൗലോസ്ലീഹായുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഏതോ ഒരു രോഗമുണ്ടായിരുന്നു. ഈ രോഗം നിമിത്തം താൻ പലപ്പോഴും ക്ഷീണിതനും വേദനയുള്ളവനുമായി മാറിയെങ്കിലും എൻ്റെ കൃപ നിനക്കു മതി എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തൻ്റെ മേൽ വരുമ്പോൾ താളാൽ മാറിയവനെ പോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ക്രിസ്തു ഭക്തനായിരുന്നു എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈദ്യനായ പ്രിയ ലൂക്കോസ് പുറംജാതിക്കാരനായ ഒരു എഴുത്തുകാരനായിരുന്നു. പൗലോസ്ലീഹ ലൂക്കോസിന്റെ അടുക്കൽ തൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി കടന്നു ചെന്ന് തന്നെ രോഗത്തെ ചികിത്സിക്കുന്ന വേളയിൽ താനുമായി അഭേദ്യമായൊരു ബന്ധം പൗലോസ്ലീഹായും ലൂക്കോസും തമ്മിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. പിൽക്കാലഘട്ടങ്ങളിൽ തൻ്റെ നിരന്തരമുള്ളതാകുന്ന ആ ഒരു ഇടപെടലുകൾ നിമിത്തം പൗലോസ്ലീഹ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ചുള്ളതാകുന്ന തിരിച്ചറിവ് പ്രൈസ് ദി ലോർഡ് ലൂക്കോസിൽ കടന്നു വരുവാനും ലൂക്കോസ് പൗലോസ്ലീഹായുടെ സന്തത സഹചാരിയായി മാറിയെന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. പല പ്രാവശ്യം പൗലോസ്ലീഹായോട് ചേർന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത്
പ്രൈസ് ദി ലോർഡ്. AD 67 ലൂക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടു. AD 68 പ്രൈസ് ദി ലോർഡ്. AD 61 ലൂക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടു. AD 62 പ്രൈസ് ദി ലോർഡ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതപ്പെട്ടു എന്നൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ സ്പെസിഫിക് ആയിട്ട് 2 വർഷം പറഞ്ഞു, ഏകദേശം എന്നൊരു കണക്ക് കൂടി, അതിന്റെ ഒരു വാക്ക് കൂടി ഞാൻ അതിന്റെ കൂടെ ചേർക്കുക. ഏകദേശം AD 61, ഏകദേശം AD 62 എന്നുള്ള പദം കൂടി ഞാൻ അവിടെ ചേർക്കുക. എന്നാൽ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിന്റെ അന്ത്യം, പ്രൈസ് ദി ലോർഡ്, ലൂക്കോസ് ഒരിക്കലും എഴുതപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? പൗലോസ് ശ്ലീഹായുടെ ചേർന്ന് ആ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെ ആ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നത്, റോമ പൗരനായിരുന്ന പൗലോസ് ശ്ലീഹായെ റോമിലെ കാരാഗ്രഹത്തിൽ 2 വർഷം വിചാരണ കൂടാതെ തടവുകാരനായി പാർപ്പിച്ചത് നിയമരഹിതമായിട്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഭക്തനാകുന്ന പൗലോസ് ശ്ലീഹ എന്തുകൊണ്ടാണ് നിയമരഹിതമായി 2 വർഷം റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നതെന്ന് ചോദിച്ചാൽ, 2 വർഷങ്ങൾ കൊണ്ട് ഈടുറ്റതാകുന്ന ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് ആ ഭക്തൻ എഴുതി കൈമാറുവാൻ ദൈവം ആ ഭക്തന് വേണ്ടി ലോകത്തിന്റെ നിയമങ്ങളെ പോലും മാറ്റിയെഴുതിയ ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ള സത്യം മറന്നു പോകരുത്. തിരുവചനത്തിനകത്ത് സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവമാ. എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ അടിവരയിട്ട് ആ ഭാഗത്തൊരു ആലോചന പറയാം. ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ലോകത്തിൽ ആർക്കുമില്ലാത്തതാകുന്ന പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഭയപ്പെടേണ്ട ദൈവ പൈതലേ. എനിക്കും നിങ്ങൾക്കും മുന്നമേ ക്രിസ്തു ഭക്തന്മാരായി ഓട്ടം തുടങ്ങിയ ഭക്തന്മാരുടെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. AD 62, 68 69 പൗലോസ് ശ്ലീഹായുടെ ശിരച്ഛേദം ഖഡ്ഗത്താൽ അറുക്കപ്പെടുന്ന സമയത്ത് താൻ പാനീയെ ആകമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു എന്നൊക്കെയുള്ളതാകുന്ന പദങ്ങൾ വായിച്ചു വരുമ്പോൾ നാം അറിയാതെ ദൈവത്തിന് മുൻപാകെ പറയണം, ഇഹം അഹം സ്വയം വെടിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവഭക്തന്റെ ജീവിതത്തിൽ ലോകം പറയും നീ ഒരു ശൂന്യനായിരുന്നു എന്ന്. എന്നാൽ ദൈവം പറയും നിന്നെപ്പോൾ ശ്രേഷ്ഠനും മാന്യനുമായവൻ ലോകത്തിൽ ആരുമില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ദൈവത്തെ സേവിപ്പാൻ വേണ്ടി ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചിട്ട് ജീവിതത്തിൽ എന്ത് നേടിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരൊറ്റ കാര്യം പറയുക, തീക്കകത്തൂടി കടത്തിവിടുമ്പോൾ വൈക്കോൽ കത്തിയമരുന്നത് പോലെ ഈ ലോകത്തിലെ അമ്പരചുംബികളാകുന്ന സർവ്വതും വെരിഞ്ഞു വെണ്ണീറായി തീരും. എന്നാൽ ദൈവത്തിന്റെ മുൻപാകെ ഞാനും നിങ്ങളും വിശ്വസ്തയോടെ ദൈവം ഭാഗം നിന്നാൽ ദൈവം നൽകിത്തരുന്ന ശ്രേഷ്ഠകരവും മാന്യവുമായ ചിലത് നമ്മുടെ കരങ്ങളിൽ ലഭിക്കും. അത് സ്വർഗത്തിൽ പ്രൈസ് ദി ലോർഡ് പ്രതിഫലം ഭാഗിക്കുന്ന നാളിൽ ചിലരെ നിത്യലജ്ജയ്ക്കായിട്ടും ചിലരെ നിത്യമായ സമാധാനത്തിനും സന്തോഷത്തിനും ശ്രേഷ്ഠതയ്ക്കും മാന്യതയ്ക്കുമായി ഒരുക്കുമ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഖവില കൊടുക്കാതെ ഇതുവഴി കേട്ട് ഇതുവഴി വിട്ടിട്ട് ദൈവത്തിന്റെ മുൻപ് ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനത്രേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുന്നമേ ഓടി ബട്ടൺ കൈമാറിയ ദൈവഭക്തന്മാരുടെ ജീവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലോകത്തിൽ ആർക്കും മാതൃകയാക്കുവാൻ അല്ലെങ്കിൽ ഈ ലോകപ്രകാരം ജീവിക്കുന്ന ആർക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഹിസ്റ്ററി അല്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പലപ്പോഴും ഉള്ളതാകുന്ന പ്രതിസന്ധികൾ, പലപ്പോഴും ഉള്ളതാകുന്ന പ്രതികൂലങ്ങൾ, പൗലോസ് ശ്ലീഹയുടെ വാക്കിൽ പറഞ്ഞാൽ കരയിലുള്ള ആപത്ത്, കടലിലുള്ള ആപത്ത്, കൂട്ട സഹോദരന്മാരാലുള്ള ആപത്ത് എന്ന് വേണ്ട ജീവിതത്തിൽ സർവ്വമേഖലകളും തകർന്നടിഞ്ഞ ഒരു അനുഭവമാണെങ്കിലും ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത്, അതാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവയത് ശ്രദ്ധ വെച്ച് കേട്ടു. അതിൻ്റെ അടിയിൽ വേറൊരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവൻ തൻ്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിരിക്കുക. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു, അവൻ തൻ്റെ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ അത് എഴുതി വെച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ലഭിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നതിനായിരുന്നു
പൗലോസ്ലീഹായ്ക്ക് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നുള്ള കാര്യം മറന്നു പോകരുത്. താൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്നൊരു പദം അവിടെ പറയുവാൻ കാരണം, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് 50-ൽ പരം പ്രാവശ്യം പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് എന്നുള്ള പദം ഇവിടെ എഴുതുവാൻ കാരണം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പേരാണ് ഇവിടെ ഉള്ളതെങ്കിലും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചതാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആഗമനവും പ്രൈസ് ദി ലോർഡ് പൗലോസ്ലീഹായുടെയും ലൂക്കോസിന്റെയും ജീവിതത്തിൽ ദൈവം ചെയ്തതാകുന്ന അത്ഭുതകരമായ വഴിനടത്തലുകളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിലും പ്രൈസ് ദി ലോർഡ് എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ പുസ്തകം എന്നൊരു അപരനാമം കൂടി ഇതിനുണ്ട്. എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത്, ദൈവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ദൈവത്തിനായി വേർതിരിയപ്പെടുവാൻ സദാസമയം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാകുന്ന പദം ഒന്നുകൂടി പറയുന്നു, പെർസീവ്, ഗ്രഹിക്കുവാൻ, പഞ്ചേന്ദ്രിയങ്ങൾ വഴി ദൈവത്തിൻ്റെതാകുന്ന നിയോഗത്തെ, അതാണ് വചനം പറയുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്ക് പഴിക്കുന്നു, രാത്രി രാത്രി കടവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? ജീവിതത്തിന്റെ ഏതവസ്ഥകളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന വീരനും നിത്യനുമായൊരു ദൈവത്തെയാ, അഡോണായി, ആ ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസ്തയോടെ ഈ പെട്ടകം ചുമക്കുവാൻ ആർ തയ്യാറാകുന്നുവോ അവനെയും അവന്റെ കുടുംബത്തെയും ലോകത്തിൽ ശ്രേഷ്ഠകരമായി ഒന്നും നൽകി തരാമെന്നല്ല ദൈവം പറഞ്ഞത്. നിനക്ക് വേണ്ടി ഞാൻ ഭവനമൊരുക്കുവാൻ സ്വർഗത്തിലേക്ക് പോകുകയാ, നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയാന്ന് അരുളി ചെയ്ത ആത്മമണവാളനാകുന്ന കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനാകുന്ന ഒരു പടയാളിയായി മാറുവാൻ, പ്രൈസ് ദി ലോർഡ്, വിശ്വസ്തനായ ഒരു പടയാളിയായി മാറുവാൻ, നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിപ്പാൻ എത്ര പേർ തയ്യാറാ? വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയങ്ങൾ, അപജയങ്ങളൊക്കെ ഒരു പക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ പറയണം, കർത്താവേ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, പരാജയങ്ങൾ, ബലഹീനതകൾ, കുറവുകൾ മനഃപൂർവ്വമായി നീ എന്നോട് ക്ഷമിക്കുമാറാകണമേ. എനിക്ക് നിന്റെ ഭക്തനായി വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാനും അവർക്ക് അനുവാദം കൊടുത്തു എന്നൊരു പദം പൗലോസ്ലീഹ പറയുവാൻ കാരണം, ഏകദേശം 34 വയസ്സുള്ളവനായി സ്തേഫാനോസ് ഇഹലോകവാസം വെടിയുന്ന സമയത്ത് അവനെ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായി മാറി നിന്ന് പരീക്ഷ സംഘത്തിലെ ഒരു അംഗമായിരുന്ന പൗലോസ്ലീഹായ അവർക്ക് അനുവാദം കൊടുത്തവനായിരുന്നെങ്കിൽ പിൽക്കാലഘട്ടങ്ങളിൽ റോമിൽ വെച്ച് തന്റെ ശിരച്ഛേദം ചെയ്യപ്പെടുന്ന സമയത്ത് പാനീയയാഗമായി ഞാൻ ഒഴിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് കാരാഗ്രഹത്തിനകത്തിരുന്നു കൊണ്ട് ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ഭക്തന്റെ കൈകൾ വിറച്ചില്ല, കണ്ടമിടറിയില്ല. ഞാൻ ഏതിനെ എത്രത്തോളം എതിർത്തുവോ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കും ഈ യേശു ഒരന്യനല്ല, എനിക്കും നിങ്ങൾക്കും ഈ യേശു ഒരു ദൂരത്തിരിക്കുന്നവനല്ല. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന വേളയിൽ വേർപാടിന്റെ നടുച്ചുവരന്റെ ഇടിച്ചു കളഞ്ഞ് ന്യായപ്രമാണത്തിന്റെ യുഗത്തിന്റെ അവസാനം, കൃപായുഗത്തിന്റെ ആരംഭത്തിൽ ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തു കന്യകയിൽ ജനമെടുത്ത് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് എന്തിനാണെന്ന് അറിയാമോ? സമയഭേദമന്യേ ആ കർത്താവിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുവാൻ, ആ കർത്താവ് നമ്മോട് പറയുന്നതാകുന്ന വാക്കുകൾ കേൾക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ മാപ്പ് ഒന്ന് ഇടണമേ മോനെ, ആ റിമോട്ട് ഒന്ന് തരാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ ശ്രദ്ധിക്കുക ദൈവത്തിന്റെ ജനമേ, കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ നമ്മൾ ചെന്നെത്തിയത് എവിടെയാണെന്ന് അറിയാമോ? എവിടെയാണ് എത്തിയത്? ശുഭതുറമുഖം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ കൈസരിൽ നിന്നാണ് ആര് യാത്ര തിരിച്ചത്? പൗലോസ് മാത്രമായിരുന്നോ? എത്ര പേരുണ്ടായിരുന്നു? 250? 276 പേർ. അതാരൊക്കെയായിരുന്നു? പൗലോസും ലൂക്കോസും ബാക്കി 274 പേര് കൂടി ഇവിടുന്ന് യാത്ര ചെയ്ത് സേർ, സീദോൻ, അവിടുന്ന് എങ്ങോട്ടാ പോയത്? കുപ്രോസ് ദ്വീപിന്റെ മറ പറ്റി മുറപണത്തിലെത്തി. അവിടെ നിന്ന് നേരെ ഇങ്ങനെ താഴെ വന്ന് എന്താ പറഞ്ഞേ? സൽമേനയ്ക്കുമ്പോൾ ക്രേത്ത തുറമുഖം, ക്ലൗദാസ്, ഫെനിക്യ, ശുഭ തുറമുഖം, മഹാസമുദ്രം, മെലീത്ത, സുറൂക്കാസ്, റെഗിയോൻ,
ഇത്തിലിയ, പൊന്തുലിയ, ത്രിമണ്ഡപ, റോമ. ഈ റെഡായിട്ട് കിടക്കുന്നതാകുന്ന, അതായത് ഈ റെഡ് ലൈനാണ് പൗലോസ് ലീഹായുടെ റോമിലേക്കുള്ള യാത്രയുടെ വിവരണം ഈ മാപ്പിൽ കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വചനം ശുശ്രൂഷിച്ച് ആ ഭാഗം നമ്മൾ എവിടെ കൊണ്ട് വെച്ചറിയാമോ? ശുഭ തുറമുഖം എന്ന സ്ഥലത്ത് എത്തുവാൻ ഇടയായി തീർന്നു. ആ വേദഭാഗം ഒന്ന് വായിച്ച ഒരാൾ ശബ്ദമുയർത്തി. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് വേറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിക്കുവാൻ തക്കതല്ലായികയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫെനീക്യ എന്ന കേത്ര തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കപേരും ശ്രദ്ധിക്കൂ. തെക്ക് പടിഞ്ഞാറായും, ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു വടക്ക് എവിടെയാണ്? നിങ്ങൾ ഈ മാപ്പിലേക്ക് നോക്കിയേ, അല്ലാണ്ട് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് കേട്ടോ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ കിഴക്ക് ഭാഗം സീധോനാണ്, പടിഞ്ഞാറ് ഭാഗം മെലീത്ത അല്ലെങ്കിൽ മഹാസമുദ്രമാണ്, തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗം, അതായത് ഈ ഭാഗമാണ് ശുഭതുറമുഖത്തിന്റെ തെക്ക് ഭാഗം. ക്രേത്തയാണ് വടക്ക് ഭാഗം. ശ്രദ്ധിക്കോ ദൈവത്തിന്റെ ജനമേ, ഈ സ്ഥലത്തിന്റെ എല്ലാം പർവ്വത നിബിഡമായി ഘോരവനങ്ങളായി ഒരു ഭാഗം കടലും നിറഞ്ഞു കിടക്കുന്ന സമതലവും പർവ്വത പ്രദേശമുള്ളതാകുന്ന ഈ സ്ഥലത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട പേരാണ് ഫെനീക്യ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഫെനീക്യ? അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ബ്ലോവർ എന്ന് പറഞ്ഞൊരു സംഭവം പറയുവാനിടയായി തീർന്നു. ഈ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് ആഞ്ഞടിക്കുന്നതാകുന്ന, തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഈ ഭാഗത്തേക്ക് അടിക്കുന്നതാകുന്ന കാറ്റ് ഒരു ബ്ലോവറിനകത്തുനിന്ന് വരുന്നതാകുന്ന പ്രഷർ പോലെ ഈ ദൈവഭക്തന്മാർ സഞ്ചരിക്കുന്ന അലക്സാന്ദ്രിയ കപ്പൽ, അദ്രമുത്യ കപ്പൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, മരണത്തിന്റെ സൗധം എന്നാ പറയുവാനിടയായിത്തത് അല്ലേ. എന്നാൽ അവർ അവിടെ നിന്ന് ആസ്യക്കര പറ്റി ഓടുന്ന ഒരു അദ്രമുത്യ കപ്പലാണ് അവർ ആദ്യം കയറിയത്, കൈസരിയിൽ വെച്ച്. എന്നാൽ അവരവിടെ ക്രേത്തയ്ക്ക് മുമ്പുള്ള ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മാറിയിട്ട് അവർ ഒരു അലക്സാന്ദ്രിയയിൽ കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈശാന മൂലനാകുന്ന കൊടുങ്കാറ്റ്, പ്രൈസ് ദി ലോർഡ്, കപ്പലിന് നേരെ ആഞ്ഞടിക്കുവാൻ ഇടയായിട്ട്. ഞാൻ അതിൻ്റെ ഒരു പദം പറയും, യൂറോക്ലൈഡോൺ എന്നാണ് ഗ്രീക്കിൽ ആ വാക്ക് കാണുവാൻ സാധിക്കുന്നത്. യൂറേസ് കിഴക്കൻ കാറ്റ്, ക്ലിഡൻ തിരമാല. ഒന്നുകൂടി ഞാൻ ആഴത്തിൽ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞാൽ, കിഴക്ക് നിന്നടിക്കുന്നതാകുന്ന കാറ്റ് തിരമാലകളെ ഇളക്കിക്കൊണ്ട് ദൈവഭക്തന്മാരുടെ സഞ്ചാരത്തിന് കോട്ടം സംഭവിപ്പിക്കുന്ന നിലവാരത്തിൽ അവരുടെ ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയാതെ അവരുടെ യാത്രയ്ക്ക് വിഘ്നമായി വെളിപ്പെട്ടതാകുന്ന ആ പദത്തിനെ അല്ലെങ്കിൽ ആ കാറ്റിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതി വെച്ച പേരാണ് ഈശാനമൂലൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിന് മുന്നമേ അടിച്ച കാറ്റിന്റെ പേരെന്തായിരുന്നു? തെക്കന്നൊരു കാറ്റടിച്ചു. ആ കാറ്റ് എന്തായിരുന്നു? മന്ദമാരുതനായിരുന്നു. തെന്നിക്കാറ്റടിച്ചപ്പോൾ അവർ വിചാരിച്ചു കാര്യം സാധിച്ചു പോയി. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, അവിടെ നിന്ന് പുറകിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. അവർ പായ്ക്കപ്പലിന്റെ പായ് ഇറക്കി കെട്ടി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് ഇടിച്ച് കപ്പൽ തകരുമെന്നുള്ള ഭയം നിമിത്തം അവർ പായ് ഇറക്കി കെട്ടുവാൻ ഇടയായി ചേർന്നു. എന്നിട്ട് പിന്നെ അവരുടെ പ്രതീക്ഷ എന്താണെന്ന് അറിയാമോ? പായ് ഇറക്കി കെട്ടിക്കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എന്താ അതിന്റെ പ്രതീക്ഷ? ഞാൻ ഒന്നുകൂടി ഉദാഹരണം പറഞ്ഞാൽ, ജീവിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? എങ്ങനെ വരുന്നുവോ അങ്ങനെ ജീവിക്കാമെന്ന്, അല്ലേ ജസ? എന്നാൽ ഈ 276 പേര് എങ്ങനെ വരുന്നോ അങ്ങനെ ജീവിക്കാമെന്ന് ചിന്തിക്കുന്നവരല്ല.
ഇതിനകത്ത് രണ്ടുപേർ വ്യത്യസ്തമായി ജീവിക്കുന്നതാ. അതിന് ഉദാഹരണം 10-ാം വാക്യം ഒന്ന് വായിച്ച ഒരാൾ ശബ്ദം ഉയർത്തി. ആ ആ ആ അവരെ പ്രബോധിപ്പിപ്പാൻ എന്ത് ചെയ്തു? ഇടയായി തീർന്നു. എന്താ? കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ പ്രാണനും കൂടി ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവരെ പ്രബോധിപ്പിച്ചു. ദൈവത്തിന്റെ ഭക്തൻ അത് തിരിച്ചറിഞ്ഞ് പ്രബോധിപ്പിച്ചപ്പോൾ ആര് കൂടെ ഉണ്ട്? ലൂക്കോസും തന്നോട് കൂടെയുണ്ട്. അതിന്റെ 22, 23 കൂടി ഒന്ന് വായിച്ച സിസ്റ്ററെ. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസ് ശ്രദ്ധിക്കോ, എങ്കിലും കപ്പലിനും എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്ന് ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് എന്നോട് പറഞ്ഞു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, 274 പേർക്ക് ഒരു പക്ഷേ പായ്ക്കപ്പലിന്റെ പായ് താഴേക്ക് ഇറക്കിക്കെട്ടി കഴിഞ്ഞപ്പോൾ ഇനി എവിടെയെങ്കിലും ചെന്ന് ജീവിതം അവസാനിക്കുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ ദൈവത്തിന്റെ ആലോചന കേട്ട ദൈവത്തിന്റെ ഭക്തനറിയാം, ഈ ഈശാനമൂലൻ എന്നെ നശിപ്പിക്കാനുള്ളതല്ല. ഈശാനമൂലൻ ആഞ്ഞടിക്കുന്നത് എന്നെ ശുഭ തുറമുഖത്ത് കൊണ്ടെത്തിക്കുവാനാ. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ ഒന്നുകൂടി, എന്റെയും നിങ്ങളുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധി എവിടെ നിന്നാണെന്ന്, അതായത് എന്റെയും നിങ്ങളുടെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞാണോ പോർക്കളത്തിൽ അടരാടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഗിലെയാദിലെ തിശ്ബനായ ഒരു ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ പ്രാർത്ഥനാ നിരതനായിരുന്ന ഏലിയാവിനെ ദൈവം വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, നീ ആഹാബ് എന്ന് പറഞ്ഞ ആ ഇസ്രയേൽ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ചെന്ന് എൻ്റെ ആലോചനക്കാരനായി, അല്ലെങ്കിൽ എൻ്റെ വാറോല ചുമക്കുന്നവനായി ചെന്നിട്ട് നീ ഒരു ആലോചന പറയണം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുക ഇല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആലോചന ഏറ്റെടുത്തുകൊണ്ട് മഹാരാജാവിന്റെ കൊട്ടാരത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഏലിയാവ് എന്ന് പറഞ്ഞതാകുന്ന ആ പ്രാർത്ഥനാ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവന്റെ മുൻപിൽ ഇടവോ വലവോ അംഗരക്ഷകന്മാരുടേതാകുന്ന സംരക്ഷണ കവചമില്ല. ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ അന്ത്യം ഉണ്ടാകുമെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവന്റെ അന്തരാത്മാവിൽ ആഹാബിന്റെ അകബലം അഴിയുന്ന ആത്മാഭിഷേകത്തിന് ദൂത് പറയുവാൻ ആരാണോ കൽപ്പിച്ചത് അവനാണ് എന്റെ ലക്ഷ്യസ്ഥാനം. അവന്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എന്റെ ആലോചന ഇത് എന്നെ ഏൽപ്പിച്ചവന്റെ ആലോചന ഞാൻ ആരോട് പറയുന്നുവോ അവൻ എന്നെ പിടിക്കുവാൻ കയ്യെത്തും ദൂരത്ത് നിന്ന് ആലോചന പറഞ്ഞിറങ്ങി പുറപ്പെടുമ്പോൾ ഏലിയാവിന് ഒന്നൊരു ഭയവുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇതെന്റെ ആലോചനയല്ല, എന്നെ അയക്കുന്നവന്റെ ആലോചനയാകിയാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ എൻ്റെ നിങ്ങളുടെ പ്രതിയോഗി ആരാ? ദൈവസഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി, സ്വസ്ഥമായ കുടുംബജീവിതത്തിന് തടസ്സമായി, ഭവനത്തിൽ വരേണ്ട നന്മകൾ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ശക്തി അതാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവസഭയിൽ ആത്മാക്കൾ വിടിവിക്കപ്പെടാതെ കൊത്തളങ്ങൾ കെട്ടിക്കൊണ്ട് സ്ട്രോങ് ഹോൾഡ്സ് ആയിട്ട് നിന്നുകൊണ്ട് വെളിപ്പെടുന്ന പൈശാചിക ശക്തി ഏതാണ് തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ യുദ്ധമായി മാറുകയുള്ളൂ. അല്ലാതെ
നമ്മൾ എവിടെയെങ്കിലും വെച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഗോലിയാത്ത് വീഴുകയില്ല. ദാവീദിനറിയാം, ഗോലിയാത്തിന്റെ മർമ്മസ്ഥാനം തിരിച്ചറിഞ്ഞ് ദാവീദ് എറിഞ്ഞതുപോലെ എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസഭയിൽ ആത്മാക്കൾ വിടിവിക്കപ്പെടാൻ കഴിയാതെ വണ്ണം, ദേശത്ത് പാർക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വഴികൾ വെളിപ്പെടാതെ വണ്ണം, സ്വസ്ഥമായ കുടുംബജീവിതം നയിപ്പാൻ കഴിയാതെ വണ്ണം, പ്രശ്നങ്ങളും സ്ട്രെസ്സും ഇട്ടുകൊണ്ട് ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന പൈശാചിക ശക്തിയുടെ കുടിയിരുപ്പ് കേന്ദ്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആര് യുദ്ധം ചെയ്യുവാൻ തയ്യാറാകുന്നുവോ, നിന്നോടുകൂടെ യഹോവയുടെ വലങ്കരമുണ്ട്. Praise the Lord. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ കപ്പലിന്റെ ഏതോ ഒരു ഭാഗത്ത് മാറിയിരുന്ന് സ്വസ്ഥനായി ഇതെല്ലാം ഗ്രഹിക്കുന്ന ഒരു ലൂക്കോസിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ പഠിച്ചു വരുമ്പോൾ മത്തായി, മർക്കോസും യോഹന്നാനും എഴുതാത്തതാകുന്ന പല യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ ലൂക്കോസ് വിവരിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു കുഞ്ഞാദ്യമായി ലോകത്തിൽ അമ്പരചുംബികളാകുന്ന അത്ഭുതങ്ങൾ കാണുമ്പോൾ അതിശയം കൂറുമാറ് അതിനെ നോക്കി നിൽക്കുന്നത് പോലെ, അയ്യോ, ഇങ്ങനെ മഹാനായ ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ എന്നുള്ളതാകുന്ന ആ അടങ്ങാത്തതാകുന്ന ആ ഒരു ആർത്തിയും ആഗ്രഹവും നിമിത്തം ലൂക്കോസ് മാറിയിരുന്ന് വളരെ സ്വസ്ഥതയോടും സമാധാനത്തോടും ഇത് കണ്ട് പിൽക്കാലഘട്ടങ്ങളിൽ റോമിൽ ചെന്നിട്ട് പൗലോസ് ശ്ലീഹായോട് ചേർന്ന് സഹതടവുകാരനായിരിക്കുന്ന വേളയിൽ എനിക്കിത് എഴുതി തയ്യാറാക്കണമെന്ന് ആത്മനിയോഗം, പ്രൈസ് ദി ലോർഡ്, ആയൊരു മനുഷ്യനാണ് പൗലോസിനോട് കൂടെ ചേർന്ന് നടപ്പാൻ ഇടയായി തീർന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിനകത്ത് ആഞ്ഞടിക്കുന്ന ഫെനീക്ക തുറമുഖത്ത് സ്വസ്ഥതയോടെ നിൽക്കുന്നതാകുന്ന കപ്പലിനെ നേരെ ആഞ്ഞടിക്കുന്ന ഈശാന മൂലൻ എന്ന വാക്കിന്റെ അർത്ഥം തെക്ക് കിഴക്കേ ഭാഗത്തു നിന്ന് തിരകളെ ഇളക്കിക്കൊണ്ട് കപ്പലിനെ റോള് ചെയ്യുന്ന നിലവാരത്തിൽ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ചില വർഷങ്ങൾക്ക് മുന്നേ ഓയിൽ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും കപ്പൽ യാത്രകളും ബോട്ടിലെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, കപ്പൽ യാത്ര അത്ര സുഗമമായ കാര്യമല്ല. ചില സമയങ്ങളിൽ കുഴപ്പമില്ല, എന്നാൽ ചില സമയങ്ങളിൽ കപ്പൽ യാത്ര വളരെ വേദനാജനകമായ അനുഭവമാണ്. ആ കാലഘട്ടങ്ങളിൽ ഏകദേശം 2001 കാലഘട്ടങ്ങളിൽ ഞാൻ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പറയുന്നു, ഇതുപോലെ പ്രാർത്ഥിക്കാൻ സ്വസ്ഥതയും സമാധാനവും ഉള്ളൊരു സ്ഥലം മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്ത് കടലിങ്ങനെ കിടക്കുകയാണ്. കടലിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ശാന്തമായൊരു ശാന്തമായ ഒരവസ്ഥയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആ സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിന്റെ മുഖം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ പാർക്കുന്നതാകുന്ന ആ ട്രജറല്ല ഞങ്ങൾ പാർക്കുന്നതാകുന്ന ആ ബാർജിന്റെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഷിപ്പിന്റെ ഫ്രണ്ടിൽ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള കുറെ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിരുന്ന് നാം ഇങ്ങനെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വലിയ കാറ്റുമില്ല, എന്നാൽ ചെറിയ കാറ്റുണ്ട്, തണുപ്പുമില്ല, ചൂടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ശബ്ദം മാത്രം കേൾക്കാം. എന്താ അറിയാമോ? ചില മീനുകൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പൊങ്ങി ചാടുന്ന ക്ലിങ് എന്നൊരു ശബ്ദം. മീൻ പൊങ്ങിയിട്ട് താഴെ വീഴുമ്പോഴൊരു ശബ്ദം മാത്രം. കടലിന്റെ അടിയിൽ അല്ലെങ്കിൽ കടലിന്റെ അകഭാഗം ആ സമയം വളരെ ശാന്തമായ ഒരു അനുഭവമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതുപോലെ നമുക്ക് ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും മറ്റാരുടെയും ഒരു എന്താ പറയുന്നത് ശല്യപ്പെടുത്തലുകളില്ല. വളരെ സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായി 14 ദിനരാത്രങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ കാണുവാൻ കഴിയാതെ ആ മെഡിറ്ററേനിയൻ കടലിനടിയിൽ എന്താ പറഞ്ഞത് പായ്ക്കപ്പലിന്റെ പായ് താഴ്ത്തി കെട്ടിയിട്ട് എവിടെയെങ്കിലും ചെന്ന് കയറട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ആ കപ്പൽ മുമ്പേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് നീങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്തിരിക്കുന്ന ദൈവഭക്തൻ അറിയാം, പൗലോസേ, നീ ഭയപ്പെടരുത്, നീ റോമിൽ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടവനാണ്. ഈ ആഞ്ഞടിക്കുന്നതാകുന്ന
വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിക്കിൽ നാഞ്ഞടിക്കുന്ന ഈശാന മൂലനാകുന്ന കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ രോഗമിട്ടുകൊണ്ട്, പരാജയങ്ങളെ സംഭവിച്ചുകൊണ്ട്, ബിസിനസ് ചെയ്തെല്ലാം പരാജയം സംഭവിച്ചുകൊണ്ട്, പ്രൈസ് ജോലി സ്ഥലങ്ങളിൽ നിനക്ക് പ്രശ്നം ഇട്ടുകൊണ്ട് നിന്നെ ഈ പട്ടണത്തിൽ തകർത്ത് കളയും, നിന്റെ ആത്മീക ജീവിതത്തെ ഞാൻ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ആഹാബിന്റെ ശക്തികൾ, ഇസബേലിന്റെ ശക്തികൾ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാലും വാഗ്ദത്തമുള്ള ദൈവജനത്തോട് ഞാൻ ഒന്ന് പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുഴങ്കാൽ മടപ്പാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിപ്പാൻ തയ്യാറായാൽ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. അവൻ വിശ്വസ്തയോടെ എൻ്റെ നിങ്ങളുടെ പടകിനെ നേരോടെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫെനിക്ക തുറമുഖത്തിൽ നിൽക്കുന്നതാകുന്ന, അല്ലെങ്കിൽ ഫെനിക്ക എന്ന് പറഞ്ഞ ഈ ഭൂപ്രദേശത്ത് ശുഭ തുറമുഖം എന്ന് പറഞ്ഞതാകുന്ന ഈ സ്ഥലത്ത് നിൽക്കുന്ന ഈ കപ്പലിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? എല്ലാവരും നോക്കുമ്പോൾ പറയും UK-യിൽ പ്രൈസ് ദി ലോർഡ് പൗണ്ടുകളുടെ ഇടയിൽ അവർ കിടന്നുറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ശരിയാ, പൗണ്ടുകളുടെ ഇടയിലാണ് കിടന്നുറങ്ങുന്നത്. നമ്മുടെ അടുത്തുള്ളവരുടെ എല്ലാം കയ്യിൽ ഇഷ്ടംപോലെ പൗണ്ട് ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ കിടന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിൽ ഇല്ലെന്നല്ല, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം ഓരോ ദിവസവും നമുക്ക് നൽകി തരുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിൻ്റെ അപ്പക്കഷണങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചവരായി, ഈ ലോകത്തിന് വേണ്ടി ഓടുന്നവരായി മാറുവാനുള്ള ദൈവം നമ്മെ വിളിച്ചത്. ഈ ലോകത്തിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ഒരു പരമാധികാരം ദൈവം നമ്മുടെ നൽകിയിട്ടുണ്ട്. ആ ദൈവത്തിന് വേണ്ടി എൻ്റെ ലക്ഷ്യം ഇത് മാത്രമാണ്. എന്നെ കേൾക്കുന്ന സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോടും സ്നാനപ്പെട്ടവരോടും സ്നാനപ്പെടുവാനുള്ളവരോടും എൻ്റെ ആലോചന ഇത്ര മാത്രമേ ഉള്ളൂ. അഹമിഹം സ്വയം വെടിഞ്ഞ് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചാൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞ്, എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിലെ അപ്പക്കഷണങ്ങൾ കാണിച്ച് എൻ്റെ നിങ്ങളുടെ കണ്ണ് മയക്കെന്ന് പറഞ്ഞാലും അതൊന്നുമല്ല ഈ ലോകത്തിൽ നമുക്കുള്ളത്. നമുക്കുള്ളത് കഷ്ടതയും കണ്ണുനീരും ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെയാ. പണ്ട് കഷ്ടതയും വേദനയും പ്രയാസവും കണ്ണുനീരും ഉണ്ടാകുമ്പോൾ വിഷക്കുപ്പിയുടെയും കയറിൻ്റെയും പിറകിൽ ഓടിയിരുന്നെങ്കിൽ, ഇന്ന് പ്രശ്നവും വേദനയും പ്രയാസവും ഉണ്ടാകുമ്പോൾ ഒരു പായെടുത്ത് നിലത്തേക്ക് വിരിച്ച് മുഴങ്കാൽ മടക്കി, എൻ്റെ ഉടയവനായ ദൈവമേ, എൻ്റെ പ്രാണൻ ജീവനോടെ കാത്തുപരിപാലിക്കുന്ന ദൈവമേ, ഈ ഭൂമിയിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു മകനായി മകളായി ജനിപ്പാൻ എനിക്ക് ഭാഗ്യം നൽകിയ ദൈവമേ, ഒടുക്കത്തെ ആദാമാകുന്ന ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ എനിക്ക് സഹായിച്ചതാകുന്ന എൻ്റെ ദൈവമേ, ഇതുപോലൊരു ജാതിയുണ്ടോ? ശ്രേഷ്ഠകരമായ ഒരവസ്ഥയിലേക്ക് നീ എന്നെ കൊണ്ടെത്തിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പോക്കറ്റിനകത്ത് പണത്തിന്റെ എണ്ണം കുറയുമ്പോൾ, ഒന്നും കൂടി പറഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിനകത്തോ ബാലൻസുകൾ ഇല്ലാതെ വരുമ്പോൾ ഉണർവ് നിന്നു പോകുന്ന അനുഭവമായിരിക്കരുത്. അത് കൂടുമ്പോൾ ഉണർവുണ്ടാകുകയും അത് കുറയുമ്പോൾ ഉണർവ് നിന്നു പോകുന്നതും അനുഭവമാകരുത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം. ജീവിതത്തിന്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും അനുഭവം ഏതായാലും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തനാണെന്ന് ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയും അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഈ ദൈവത്തെ ഞാൻ മുറുകെ പറ്റി ജീവിക്കുമെന്ന് പറയുവാനല്ല, എൻ്റെ ജീവിതത്തിൽ കടഭാരമുണ്ടാകുമ്പോഴും വേദന ഉണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും എല്ലാം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ ഒരുവനാണെന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. ഇത് നമ്മളിൽ വ്യക്തമായി ജ്വലിക്കണമെങ്കിൽ ദൈവവചന പാരായണം ഉണ്ടാകണം. ദൈവവചനത്തിന്റെ കേൾവിക്കാരായി മാറണം. നാം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. നാം ദൈവത്തിന് വേണ്ടി ചെലവാകുകയും ചെലവിടുന്നവരും, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാൻ തയ്യാറായ മനസ്സിനും മനോഭാവത്തിനും ഉടയവയാണെങ്കിൽ ഈ ദർശനം നമ്മളുടെ കൈമോശം വന്നു പോകാതെ, ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുക, ഇന്ന് പലയിടത്തും പല പ്രശ്നങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മളെക്കാൾ വലിയ ആത്മീക ദർശനത്തോടും കാഴ്ചപ്പാടോടുകൂടിയും ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഞാൻ ഉദ്ദേശിച്ച ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഒരു വലിയ ആത്മസമർപ്പണത്തോടെ ഇറങ്ങി തിരിച്ചവർ നാളെയുടെ നീളയിൽ അല്ലെങ്കിൽ ലോകത്തിന് കുത്തഴിക്കിൽ അവർ എന്തൊക്കെയോ ലോകത്തിലെ കണ്ണ് മഞ്ഞൊളിച്ചതിന്റെ പേരിൽ അവർ അതിന്റെ പുറകെ ഓടിപ്പോകുവാൻ ഇടയായി ചേർന്നു. ഞാനും നിങ്ങളും അങ്ങനെ ആയി മാറരുത്. എല്ലാം വെടിഞ്ഞിറങ്ങിയതിന്റെ പേരിൽ സർവ്വതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാനിപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആരാധനയ്ക്കായി ഉണർത്തുവാൻ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന, തിരുവചനം വിശ്വസ്തയോടെ ചുമക്കുന്ന ഒരാത്മീക മൂല്യമുള്ളവരായി
അതായത് പ്രാർത്ഥനയുടെ ആ ഒരു രക്ഷാ കവചത്തിനകത്ത്, ആ ഒരു കോട്ടയ്ക്കകത്ത് പരസ്പരം കൈത്താങ്ങലുകൾ കൊടുത്തുകൊണ്ട് ആരും നഷ്ടപ്പെട്ടു പോകാതെ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് വചനം പറയുന്നതിന് പ്രകാരം വചനത്തിനോട് ചേർന്ന് വിശ്വസ്തയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണയാത്മാവിൽ നമ്മുടെ രക്ഷിതാവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുവാനിടയായി ചെന്നത്, പാർക്കുന്ന പട്ടണത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ, നമ്മുടെ ഇടവും വലവും ഇരിക്കുന്ന നമ്മുടെ അയൽപക്കത്ത് പാർക്കുന്നവനോ അല്ല നമ്മുടെ ശത്രു. നമ്മുടെ ജീവിതത്തിന്റെ സുഗമമായ നടത്തിപ്പിന്, ഒന്നുകൂടി ഞാൻ ആഴത്തിൽ ആ വിഷയം പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുന്നു. അതായത് ദൈവജനത്തിന്റെ കണ്ണിനെ കുരുടാക്കി മാറ്റുന്ന പൈശാചിക ശക്തിയാണ് എന്റെയും നിങ്ങളുടെയും ശത്രു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഇസ്രായേലിലേക്ക് ബാലിന്റെയും അശേരയുടെയും ഒക്കെ ആരാധന കൊണ്ടുവരുവാൻ കാരണമായി തീർന്ന ആഹാബ് എന്ന പേര് പിതാവിന്റെ സഹോദരനാണെന്നാണ് ആഹാബ് എന്ന വാക്കിനർത്ഥമെന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഇടയായി തീർന്നു. ആഹാബ് എന്ന പേരിനർത്ഥം പിതാവിന്റെ സഹോദരൻ. ആഹാബിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഇസബേൽ. ഇസബേൽ എന്ന വാക്കിന് അർത്ഥം അറിയാമോ? അജുംബിത. പ്രൈസ് ദി ലോർഡ്. അതായത് ആഗ്രഹം അടങ്ങാത്തതാകുന്ന, ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നും പ്രാപ്തികമാക്കാൻ കഴിയാത്തതാകുന്ന, പേരിനുടമയാകുന്ന ഇസബേലിന്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്, ഈശാന മൂലന്റെ രൂപത്തിൽ ദൈവജനത്തിന് നേരെ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും വാഗ്ദത്തമുള്ള ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിന്നെ വിളിച്ചവൻ, നിന്റെ ഉടയവൻ, നിന്റെ പരിപാലകൻ, നിന്റെ ആരാധ്യനാകുന്ന കർത്താവ് നിന്നെ ഈ നടുക്കടലിൽ ഉപേക്ഷിച്ച് കളയുവാൻ അവൻ അനീതിയുള്ള ദൈവം. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു അവൻ ഉപനിധി എന്ന് ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ ആരാധന കൊടുക്കണം, അവന് സ്തുതി കൊടുക്കണം, അവന് മഹത്വം കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ പരീക്ഷപക്ഷത്തുള്ളവർ ചോദിച്ചു കാണും. സാധുക്യനും പരീക്ഷനും ചോദിച്ചു കാണും, നീ ഞങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് ഈ മാർഗത്തിൽ പ്രസംഗിക്കുന്നവരെയും ഉപദേശിക്കുന്നവരെയും കല്ലെറിഞ്ഞു കൊല്ലുവാനും ശിരച്ഛേദം ചെയ്യുവാനും ഞങ്ങളുടെ കൂടെ ഇരുന്നെങ്കിൽ യഹൂദ പ്രമാണി എന്നുള്ളതാകുന്ന ഒരു പദവി നിനക്ക് കിട്ടുമായിരുന്നു. ഇന്ന് പൗലോസെ നിനക്കെന്താ ലഭിച്ചത്? നിന്റെ ചെകിട്ട തടി, കാർക്കിച്ച് തുപ്പല്, ഭക്ഷണമില്ല, എന്താ പറഞ്ഞത്, വസ്ത്രം മാന്യമായി ലഭിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പിതാവിന്റെ സമ്പത്ത് പോലും തനിക്ക് ലഭിച്ചില്ല എന്ന് ഒരു ചരിത്രം പറയുവാനിടയാകുന്നു. മാന്യമായി തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടതല്ലാതെ നിനക്ക് ഈ ലോകത്തിൽ എന്ത് നേടുവാൻ കഴിഞ്ഞുവെന്ന് ചുറ്റും നിൽക്കുന്നവർ ചോദിക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞൊരു പദമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ അതിനു വേണ്ടി ഇനിയും എന്നെ തന്നെ സമർപ്പിക്കുക. എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ പറയാൻ കഴിയും, ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു എന്നല്ല, ഓട്ടം തികയ്ക്കും. വിശ്വാസം കാക്കുമെന്നല്ല, വിശ്വാസം കാത്തു എന്നല്ല, വിശ്വാസം കാത്തുകൊണ്ട് ജീവിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ നാളെയുടെ നീളയിൽ വാഗ്ദത്തങ്ങൾ ഒന്നും നിറവേറിയില്ല എന്ന് ലോകം പറഞ്ഞാലും തക്ക സമയത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുമെന്നുള്ളതാകുന്ന ആ പ്രത്യാശയോടുകൂടി ദൈവം മുൻപാകെ ആയിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുക, ഫെനീക്യ പട്ടണം നിന്റെ ജീവിതത്തിന്റെ മാറ്റിമറിക്കുന്നതല്ല, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നതല്ല. ബാൽ സാഫീർ വടക്കിന്റെ ശക്തി എന്നാണ് ബാലിനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. അതിൽ 1-2 പേരുകൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ബാൽ സാഫീർ എന്ന് പറഞ്ഞാൽ വടക്കിന്റെ നാഥൻ, ബാൽ ഷമീം ആകാശനാഥൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഫെനീക്യ പട്ടണത്തിൽ സീദോനിൽ നിന്നും അസ്തോദിൽ നിന്നും ആഞ്ഞടിക്കുന്നതാകുന്ന വടക്ക് കിഴക്കേ ശക്തി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കും, വടക്ക് കിഴക്ക്, ഇത് വടക്ക്, ഇത് കിഴക്ക്. സീദോൻ, സേർ, കുപ്രോസ്. മനസ്സിലാവുന്നുണ്ടോ? ഈ മാപ്പ് നിങ്ങൾ കണ്ടോ? വടക്ക് കിഴക്കേ ദിക്കിൽ നിന്ന്, വടക്ക് കിഴക്കേ ദിക്കിൽ നിന്ന് ഈ ദേശത്തേക്ക് ആഞ്ഞടിക്കുന്നതാകുന്ന ആ ശക്തിയുടെ കാറ്റിന് മുൻപിൽ, ക്ലൈഡോൺ എന്ന് പറഞ്ഞതാകുന്ന ആ ശക്തിയുടെ പിൻപിൽ കൊടിയിരിക്കുന്ന ശക്തിയുടെ പേരാണ് ബേൽ സാഫീർ അല്ലെങ്കിൽ ബേൽ ഷമീം. അന്നാണ് ആകാശനാഥൻ അല്ലെങ്കിൽ വടക്കിന്റെ നാഥൻ. ഈ ശക്തികൾ ദൈവഭക്തന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിനെ കാണുന്നത്. 7 നിലവിളക്കുകളുടെ നടുവിലൂടെ
ഉലാകുന്നവനാകുന്ന കർത്താവ്, മാറത്ത് പൊൻകച്ച കെട്ടിയവനാകുന്ന കർത്താവ്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോൽ ശബ്ദമുള്ളവനാകുന്ന കർത്താവ്, ചുട്ടുപഴുത്ത പരിശുദ്ധമാകുന്ന വെള്ളോടിന് സദൃശ്യമാകുന്ന പരിശുദ്ധ പാദാമുഖമുള്ളവനാകുന്ന കർത്താവ്, അവന്റെ മുൻപിൽ വടക്കിന്റെ ശക്തിയായാലും കിഴക്കിന്റെ ശക്തിയായാലും പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറയുന്നു, കോൾച്ചസ്റ്റർ പട്ടണത്തിലോ ഗ്രേറ്റ് യാർമത്തിലോ പാർക്കുന്ന എന്നെയോ നിങ്ങളെ തൊടുവാൻ ഈ ലോകത്തിലെ ശക്തിക്ക് സാധ്യമല്ല. നിങ്ങൾ ആരിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അവന്റെ ശക്തി നമ്മുടെയും നമ്മുടെ തലമുറകളുടെ മേലും വ്യാപരിക്കുവാൻ. നിങ്ങളൊരു കഥാപ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടെ തിരുവചന കേൾവിക്കാരായിരുന്ന നിങ്ങൾക്കൊന്നും ഗ്രഹിപ്പാൻ കഴിയത്തില്ല. നിങ്ങൾ ആത്മാവിൽ അന്തരാത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ചു കൊണ്ടിരുന്നാൽ ദൈവം വ്യക്തമായി നിങ്ങളോട് സംസാരിപ്പാൻ ഇടയായിത്തീരും. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ വചനത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ ആത്മാവിന് ശക്തിയുണ്ടെങ്കിൽ, ദൈവ ശക്തി ഉണ്ടെങ്കിൽ അത് ശക്തിയുണ്ട്. ആ ശക്തി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങി അഴിക്കേണ്ടതിനെ അഴിച്ചു മാറ്റുവാൻ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ദൈവം എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ അപജയങ്ങൾ നിമിത്തം നാം ദൈവത്തിന്റെ മുൻപാകെ അനുഗ്രഹം പ്രാപിക്കുന്ന തടസ്സമായി എന്തെങ്കിലും കെട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകൾ നാം തന്നെ അഴിച്ചു കളയണം. പ്രൈസ് ദി ലോർഡ്. പിശാച് കെട്ടിയതിനെ പിശാച് തന്നെ അഴിച്ചു കളയും. എന്നാൽ ഞാനും നിങ്ങളും വ്യക്തിപരമായി എന്തെങ്കിലും ദൈവത്തിന്റെ മുൻപാകെ നീതിയല്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഏറ്റെടുക്കണം. ആഹാബിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നാബോത്ത് എന്ന് പറഞ്ഞതാകുന്ന ഒരു ദൈവ മനുഷ്യനെ അവന്റെ പിതാക്കന്മാരുടെ അവകാശമാകുന്ന നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ വേണ്ടി ആഹാബിന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായപ്പോൾ അജുംബിതായെന്ന് ആഹാബ് വന്ന് നാബോത്തിനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ, നാബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഫലം പുറപ്പെടുവിക്കുന്നവനായിരുന്ന ഒരു മനുഷ്യൻ. എന്താ പാസ്റ്റർ ഇങ്ങനെ എല്ലാ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞ് പ്രസംഗിക്കുന്നത് എന്നാണ് ചോദിച്ചാൽ ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം ഇല്ലാത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്താ പാസ്റ്റർ ഇങ്ങനെ സംശയം അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം പറഞ്ഞ് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ ആത്മമണവാളനും കർത്താവുമാവുന്ന യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് പോലും നിങ്ങൾക്ക് കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതിന്റെ അർത്ഥം അവിടെ പറയുന്നുണ്ട്. എന്താണ്? ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. അപ്പോൾ യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പറയാ പ്രൈസ് ദി ലോർഡ്, രക്ഷകൻ. അപ്പൊ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അഭിഷക്തൻ. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ. അപ്പോൾ ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ. അപ്പോൾ പേരിനും പ്രവർത്തികൾക്കും ഒക്കെ അർത്ഥമുള്ളത് കൊണ്ടാണ് ഞാനും ഇത് അർത്ഥം പറഞ്ഞ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞ് പ്രസംഗിക്കുന്നതിന്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ രക്ഷിതാവാകുന്ന കർത്താവിന്റെ ജനന സമയത്ത് പോലും ദൈവദൂതന്മാർ പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് കൂടെയുള്ള ഇമ്മാനുവേൽ. ആ ഇമ്മാനുവേലാണ് എനിക്ക് വേണ്ടി ജീവൻ നൽകിയെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമ്മുടെ അധരങ്ങളുടെ വെളിയിൽ വരുമ്പോൾ പിശാച് ഭയപ്പെടുവാനിടയായിത്തീരും. അയ്യോ, എന്റെ പദ്ധതി ഇവന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ലല്ലോ, എന്റെ പദ്ധതി ഇവന്റെ സഭയിൽ വെളിപ്പെടുന്നില്ലല്ലോ, എന്റെ പദ്ധതി ഇവന്റെ കുടുംബത്തിൽ വെളിപ്പെടുന്നില്ലല്ലോ, എന്റെ പദ്ധതി ഇവന്റെ ജോലി സ്ഥലത്ത് വെളിപ്പെടുന്നില്ലല്ലോ എന്ന് പിശാച് പറയുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം നമ്മെ ഏൽപ്പിച്ചതാകുന്ന വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കണം. ഈ സമയത്ത് ഞാൻ ഉപദേശ സംബന്ധമായ ഒരു കാര്യം അവിടെ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഇന്ന് ദൈവദാസന്മാരുടെ ഇടയിലും ദൈവമക്കളുടെ ഇടയിലും പരക്കെ കണ്ടുവരുന്നതാകുന്ന ഒരു 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 സ്വഭാവ ദൂഷ്യമെന്നല്ല, ഒരു ഉപദേശ പെശക് അവിടെയുണ്ട്. യേശു എന്ന വാക്കിനർത്ഥം എന്താണ്? രക്ഷകൻ. എന്നാൽ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ. നാം പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്നല്ല പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് ചിന്തിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഇന്ന് ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ദൈവദാസന്മാരുൾപ്പെടെ പലരും പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. പിതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, അവരുടെ പ്രാർത്ഥനയുടെ രീതികൾ പരിശോധിച്ച് നോക്കിയാൽ, സ്ലീഹന്മാരുടെ പ്രാർത്ഥനാ രീതികൾ പരിശോധിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്നതാണ് അവർ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്. യേശു എന്ന് പറഞ്ഞ പലരും അന്ന് യെരൂശലേമിൽ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്.
ഇന്നും ലോകത്തിൽ പരിശോധിച്ച് നോക്കിയാൽ യേശുവിൻ്റെ പേരുള്ള ബെറിയേശുവിനെ വരെ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മുറികളിൽ, നമ്മുടെ പൊതുവായുള്ള പ്രാർത്ഥനകളിൽ, സൺഡേ സ്കൂൾ പ്രാർത്ഥനാനുഭവങ്ങളിൽ, ഞാനൊന്നുകൂടി പറയാം, ഇന്നത്തെ സൺഡേ സ്കൂളാണ് നാളത്തെ സഭ. മറന്നു പോകരുത്. ഇന്നത്തെ സൺഡേ സ്കൂളാണ് നാളത്തെ സഭ. ദൈവപിതാക്കന്മാർ നല്ലൊരു പാറ്റേൺ കൈമാറി നമ്മുടെ കയ്യിൽ നൽകിയത് ഉപദേശത്തിന്റെ ആ തത്വത്തിൽ നിന്ന്, തിരുവചനത്തിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് നമ്മുടെ കയ്യിൽ നൽകി തന്നെങ്കിൽ നമ്മുടെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉപദേശ സത്യത്തിൽ വളർത്തി നാളെയുടെ നീളയിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദൈവസഭയുടെ അടിത്തറകളാക്കി, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് അടിത്തറയിടേണ്ട പുതിയ പുതിയ വേലസ്ഥലങ്ങൾ തുടങ്ങുമ്പോൾ ഉപദേശത്തിന്റെ ശക്തി അവരിൽ വെളിപ്പെടണമെങ്കിൽ നാം അവരെ വ്യക്തമായി തിരുവചനത്തിന്റെ സത്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക തന്നെ വേണം. ശ്രദ്ധിക്കോ സഹോദരങ്ങളെ, പൗലോസ്ലീഹായുടെ ചേർന്ന് സഞ്ചരിച്ചതാകുന്ന ലൂക്കോസ് ഇത്ര ആധികാരികമായി, ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തു ആരാണെന്ന, യേശുക്രിസ്തു ദൈവമാണെന്ന് അല്ലെങ്കിൽ യേശുക്രിസ്തു മനുഷ്യനാണെന്ന് പൂർണ്ണമായി കാണിക്കുക എന്നുള്ളതായിരുന്നു ലൂക്കോസിന്റെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അതായത് ആ അധ്യായത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിലെ ഉദ്ദേശ ലക്ഷ്യം അതാ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, ഒരു വൈദ്യനായ ലൂക്കോസ് എന്തുകൊണ്ട് നാഡീഞരമ്പുകളുടേതാകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച്, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചതാകുന്ന ലൂക്കോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയതിന്റെ കാരണമെന്നറിയാമോ? അയ്യോ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പ്രസംഗിച്ച് കേട്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ ഇതുപോലെ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടില്ല. ആ മനുഷ്യനെ കുറിച്ച് ഇനിയും എനിക്ക് അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ, ഞാൻ അറിഞ്ഞത് മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രൈസ് ദി ലോർഡ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതുവാനിടയായി തീർന്നു. അപ്പോൾ ശ്രദ്ധിക്കൂ, ഈ ശുഭതുറമുഖത്തുനിന്ന് ഈ കപ്പൽ നേരെ വായിച്ചേട്ട ബാക്കി ഭാഗം. വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം നമ്മള് കുറെ കഴിഞ്ഞ് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണൽത്തട്ടിന്മേൽ അകപ്പെടും എന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങളെ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. ശ്രദ്ധിക്കൂ, ഏത് ദ്വീപിൽ വെച്ചാണ് നമ്മൾ ഇത് ശുഭതുറമുഖത്തുനിന്ന് പിന്നെ എങ്ങോട്ടാ വന്നേ? ശുഭതുറമുഖത്ത് നേരെ ക്ലൗദ ദ്വീപിൽ വെച്ചാണ് കപ്പല് പായകൾ ഇറക്കി കെട്ടി, കപ്പൽ ചുറ്റിക്കെട്ടി, അതായത് കപ്പൽ കോപ്പുകളെല്ലാം ഇവർ ചുറ്റിക്കെട്ടി അതത് സ്ഥാനങ്ങളിൽ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ബോഡി റോളിംഗ് ഉണ്ടാകുന്നത് പോലെ ഷിപ്പ് അല്ലെങ്കിൽ പായ്ക്കപ്പലുകളോ അത്ര വലിയ പടുകൂറ്റൻ ഷിപ്പുകളാണെങ്കിൽ പോലും ഈ സീ റഫാകുന്ന സമയത്ത്, അതായത് നമ്മൾ പറയുന്ന വടക്ക് കിഴക്കേ ദിക്കിൽ നടിക്കുന്നതാകുന്ന ആ കാറ്റുകൊണ്ട് തിരമാലകൾ ആർത്തട്ടഹസിച്ച് കയറി വരുമ്പോൾ ഷിപ്പ് റോളിംഗ് ഉണ്ടാകുന്ന നിമിത്തം, പ്രൈസ് ദി ലോർഡ്, അതായത് ഷിപ്പ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ താഴേക്ക് വീഴും. അതായത് തെങ്ങ് പോലെ വലിയ തിരമാലകളുടെ ഒപ്പം ഈ സാധനം ഇങ്ങനെ പൊങ്ങും. ഷിപ്പിന്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് അതിന് പല രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഇതിങ്ങനെ പൊങ്ങി താഴേക്ക് വരുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറന്ന് മനുഷ്യന്റെ ശരീരത്തെ തട്ടി വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ, അല്ലെങ്കിൽ തകർന്നു പോകാതിരിക്കുവാൻ, അതിനകത്ത് ഫ്ലൂയിഡായിട്ട്, അതായത് ഫയറായിട്ടുള്ള ഫ്ലൂയിഡുകളൊക്കെ തെന്നിത്തെറിച്ച് തീ പിടിക്കാതിരിക്കുവാൻ കപ്പലിനകത്തുള്ള സാധനങ്ങളെല്ലാം അവർ വരിഞ്ഞു കെട്ടുവാൻ, ചുറ്റിക്കെട്ടുവാൻ ഇടയായി തീർന്നു എന്നാണ് ആ ഭാഗം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. വായിച്ചാട്ടെ. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. പിറ്റേന്ന് അവർ കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി ചരക്കുകളെല്ലാം പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. മൂന്നാം നാൾ സ്വന്തം കൈയാൽ അവർ കപ്പലിന് വേണ്ടി ഉപയോഗിക്കുന്ന കപ്പലിനകത്തെ വസ്തുക്കളെല്ലാം, റോപ്പോ, അവരുടെ ആങ്കറുകളെല്ലാം എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു.
വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും നശിച്ചുപോയി. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണമേ. ക്ലൗദ ദ്വീപിൽ നിന്ന് ആരംഭിച്ച പ്രതിസന്ധി, പ്രൈസ് ദി ലോർഡ്, മഹാസമുദ്രത്തിലൂടെ ഈ ജനത്തെ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇങ്ങനെ ചുറ്റിക്കറക്കി തെക്ക് കിഴക്കായും തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് സീദോൻ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഭാഗത്ത് നിന്ന് അടിച്ചു വരുന്നതാകുന്ന ഈശാന മൂലനാകുന്ന കൊടുങ്കാറ്റിന്റെ നടുവിൽ രക്ഷപ്പെടുമെന്നുള്ള ആശ ദൈവജനത്തിന്റെ നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലോകം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ട്രസ്റ്റിൽ നല്ലൊരു ജോലി കാണാം. നിങ്ങൾക്ക് ഉന്നതമായ ഈ ലോകത്തിലെ പേര് പറഞ്ഞതാകുന്ന കമ്പനിയുടെ വാഹനങ്ങൾ കണ്ടെന്നിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുള്ളത് ലോകം വിധിച്ചെന്നിരിക്കാം. വ്യക്തമായി ദൈവത്തിൻ്റെ രക്ഷയുടെ സന്തോഷം വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പറയാൻ കഴിയുമോ? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സന്തോഷം അനുഭവിച്ചിട്ട് ദൈവദാസനെ, ദൈവദാസി അല്ലെങ്കിൽ ദൈവഭക്ത, ഞാനിത് അനുഭവിച്ചിട്ട് കുറേ നാളായെന്ന് നമ്മുടെ അരികിൽ ഇരിക്കുന്നവരൊന്ന് ഷെയർ ചെയ്യണ്ട. നിങ്ങൾ ദൈവത്തോടൊന്ന് ചോദിച്ചേ, ഞാൻ ഈ രാജ്യത്ത് വന്നത് എൻ്റെ ഇത് ഇഷ്ടപ്രകാരമാണോ? എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമാണ്. പൗലോസ് ലൂക്കോസും ഒരുപക്ഷെ ദൈവത്തോട് ചോദിച്ചു കാണും, ദൈവമേ 14 ദിനരാത്രങ്ങളായി സൂര്യചന്ദ്രന്മാരെ കാണുവാൻ കഴിയാതെ ഈ മഹാസമുദ്രത്തിനകത്ത് കിടന്ന് അലയുവാനാണോ നീ ഞങ്ങളെ റോമിൽ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്നുള്ള ആലോചന പറഞ്ഞത്? നീ എന്നെ കണ്ടുമുട്ടിയാൽ, നീ എൻ്റെ മുഖം അന്വേഷിച്ചാൽ ഞാൻ നിനക്ക് ശോഭനമായൊരു ഭാവി നൽകി തരാമെന്ന്, ഒരു ശുഭ തുറമുഖത്ത് നിന്നെ കൊണ്ടെത്തിക്കാമെന്ന് ദൈവമേ നീ എന്നോട് വാഗ്ദത്തം ചെയ്ത്, ഞാൻ നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് ജലത്തിൽ അങ്ങേ സ്വീകരിച്ച് കർത്താവിൻ്റെ ഭക്തനായി തിരുവചന സത്യങ്ങൾ അനുസരിച്ച് കർത്താവ് അങ്ങയുടെ തിരുമേശ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്ന എന്താ ദൈവമേ എന്ന് ആരെങ്കിലും നെടുവീർപ്പോടുകൂടി ദൈവത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ ജനമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ നദിക്കകത്തൂടെ കടന്നുപോയാൽ അത് നിന്നെ മുക്കിക്കളയുവാൻ ഞാൻ അനുവദിക്കില്ല. നീ തീക്കകത്തൂടെ പോയാൽ അത് നിന്റെ വെന്തിരികി പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. പ്രതിസന്ധികൾ ജീവിത പടകിന് നേരെ എത്രയെല്ലാം നിലവാരത്തിൽ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും വാഗ്ദത്തമുള്ള ദൈവത്തിന് ജനം മറന്നുപോകല്ല. ദൈവം എന്നെ നിങ്ങളെ വിടിവിക്കുന്നുള്ള കാര്യം സത്യമാണ്, സത്യമാണ്, സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ അവന്റെ പ്രമാണം ചുമക്കുന്നതിന്റെ പേരിൽ ഒരു ദൈവഭക്തൻ 14 ദിനരാത്രങ്ങൾ 2 ദൈവഭക്തന്മാർ സൂര്യനെയും ചന്ദ്രനെയും കാണാതെ അവരിങ്ങനെ അലഞ്ഞുഴലുന്ന സമയത്ത് ദൈവത്തിന്റെ ശബ്ദം അവരുടെ അടുക്കൽ വരികയാണ്, നിങ്ങളൊരു ദ്വീപിന്മേൽ തട്ടി മുട്ടി വീഴേണ്ടതാകുന്നു. വായിച്ചെടുത്ത സേതായിട്ട്. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവിൻ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരിയുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 10ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പെർസീവ്, തിരിച്ചറിവുണ്ടായി അല്ലേ? എന്നാൽ ഈ 21, 22 വേദഭാഗങ്ങൾ താഴ്ത്ത് പഠിച്ചു വരുമ്പോഴാണ് ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ഒന്ന് വായിക്കണമേ, യോനായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തർ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ശ്രദ്ധിക്കൂ, യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ
ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഡീപ് സ്ലീപ്പ്. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷെ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അനന്തരം അവൻ, വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. ഈ ചോദ്യം പൗലോസ്ലീഹായോട് ആരും ചോദിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഒരു സ്ഥലത്തേക്ക് പോകുവാൻ യോനായോട് പറഞ്ഞു. യോനായ്ക്ക് അത് ഇഷ്ടമല്ലാത്ത നിമിത്തം മറ്റൊരു സ്ഥലത്തേക്ക് അവൻ യാത്ര തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പഴയ നിയമ ഭക്തനെയും പുതിയ നിയമ ഭക്തനെയും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. യോന ദൈവത്തിന്റെ ഹിതപ്രകാരം പോകാതെ തന്റെ ഹിതപ്രകാരം പോയി. പൗലോസ്ലീഹ തന്റെ ഹിതപ്രകാരമല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരം പോയി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 23-22 വാക്യത്തിൽ പഠിച്ചു വരുമ്പോൾ, ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമായ യഹോവ ദൈവം തലേ രാത്രിയിൽ എന്നോട് സംസാരിച്ചു, പൗലോസേ ഭയപ്പെടരുത്. എന്നാൽ ദൈവത്തിന്റെ വഴി വിട്ട് നടക്കുന്ന മനുഷ്യൻ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി നല്ലവണ്ണം ഉറങ്ങുന്ന ഒരു അനുഭവം. സഹോദരങ്ങളെ, മറന്നു പോകരുത്. വിശ്വാസ ജീവിതത്തിൽ നകന്നു തുടങ്ങിയാൽ ലോകത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ അറിയത്തില്ല. കപ്പലിലുണ്ടായിരുന്ന മറ്റു ജോലിക്കാർ താന്താന്റെ ദേവനോട് നിലവിളിക്കുമ്പോൾ, കാരണമുണ്ട്, കപ്പലിനകത്തെ വസ്തുവകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവർ താന്താന്റെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിലിറങ്ങി സ്വസ്ഥമായി ഉറങ്ങുന്നൊരു യോനായെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവകൃപ നഷ്ടമായാൽ ഈ ലോകത്തിൽ സംഭവിക്കുന്നതൊന്നും നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു കുത്തായിരിക്കത്തില്ല. ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിന്റെ ചോദ്യങ്ങൾ പോലും എന്റെയും നിങ്ങളുടെയും എത്തേണ്ട ഭാഗത്തെത്താതെ വഴിമാറിപ്പോകുകയുള്ളൂ. ചീട്ടിട്ടപ്പോൾ ചീട്ട് ആർക്ക് വീണെന്നറിയാമോ? കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിലിറങ്ങി ഉറങ്ങിക്കിടക്കുന്ന യോനായ്ക്ക് ചീട്ട് വീഴുവാൻ ഇടയായിത്തീർന്നു. യോനയോട് ചോദിച്ചു, നീ ആര്? നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു പദം പറഞ്ഞു. നിങ്ങൾ പുതിയതായിട്ടൊരു സഭയെ പോകുകയാണെങ്കിൽ നിങ്ങൾ ആര്? നിങ്ങൾ ആളുടെ കരങ്ങളിൽ സ്നാനപ്പെട്ടു. നിങ്ങളെ നടത്തിയവരാര്? നിങ്ങൾ സ്നാനപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ വെളിപ്പെടുത്തണം. ഇതേപോലെ 2-3 ക്വസ്റ്റ്യനാണ് യോനായോട് ചോദിച്ചത്. നീ ആര്? നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചനക്കാരനായി 276 പൗലോസ്ലീഹായുടെ അടുക്കൽ ആരും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാത്തതിന്റെ കാരണം 275 പേരെയും ബലപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ആത്മീക ദൂത് അവന്റെ ഉള്ളത്തിൽ തലേ രാത്രിയിൽ ദൈവം പ്രകാശിപ്പിച്ചതാ. കാരണം ജോലി ചെയ്യുന്ന വേലസ്ഥലങ്ങളിൽ എന്നെ നിങ്ങളെ നോക്കി പലരും പലതും പറഞ്ഞിരിക്കാം. പക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എൻ്റെ നിങ്ങളുടെ ഒരു വാക്കിനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സഹോദര സഹോദരി, നിങ്ങൾ എന്നോട് അന്നേരം സംസാരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരു കച്ചിത്തുരുമ്പായിരുന്നു. ഞാൻ തകർന്നു നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ എന്നെ ഒന്ന് വിഷ് ചെയ്തത്. ഞാൻ തകർന്നു നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഫോൺ കോൾ വന്ന് നിങ്ങളോട് ഞാൻ എൻ്റെ വിഷയം പറഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വിഷയങ്ങൾ പറയാതിരിക്കെ നിങ്ങൾ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ എന്നോട് സംസാരിച്ചത്. പിന്നത്തേതിൽ സാക്ഷ്യം പറഞ്ഞ എത്രയോ അനുഭവങ്ങളുണ്ട്. അതാണ് നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായ. നാം തന്ത്രശാലികളായി മാറരുത്, കുതന്ത്രം പയറ്റുന്നവരായി മാറരുത്. തന്ത്രശാലികളുടെ അടുക്കൽ ദൈവം തന്ത്രം ഉപയോഗിക്കും. യോനയ്ക്ക് പറ്റിയതാ. എന്നാൽ നീതിമാനായി ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയ പൗലോസ്ലീഹയുടെ വാക്കിന് മുൻപിൽ അവരെല്ലാവരും എഴുന്നേറ്റ് ഭക്ഷണം കഴിപ്പാനിടയായി. വായിച്ച സിസ്റ്റർ വേഗം. ആ ആ ആ ആ
ആ ആ ആ ആ 27 മുതലായിട്ടുള്ള ഭാഗം വായിച്ചാണ്. ആ ആ ആ ആ ആ ആ ശ്രദ്ധിക്കൂ, ഇപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ ഉപദേശത്തെ കപ്പലുടമസ്ഥനും മാലൂമിയും ശതാധിപനും അംഗീകരിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? കപ്പലുടമസ്ഥനും മാലൂമിയും അംഗീകരിക്കത്തില്ല. ശതാധിപൻ നേരത്തെ പൗലോസ് പറഞ്ഞു, നമ്മൾ ഈ യാത്രയിൽ നമുക്ക് പ്രശ്നമുണ്ടാകുമെന്ന് പറയുമ്പോൾ കപ്പിത്താന്റെയും കപ്പലുടമസ്ഥന്റെ വാക്ക് അധികം വിശ്വസിച്ചു എന്ന് 11-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ പൗലോസ് ശതാധിപൻ, പടയാളികൾ ഇവർ കപ്പലിൽ താമസിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇവർ ഇതിനകത്ത് നിന്ന് എല്ലാ ഷിപ്പിന്റെയും വലിയ സൈഡുകൾ ശ്രദ്ധിച്ചാൽ മതി, ചെറിയ ചെറിയ ബോട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ IDRFന്റെ ലൈഫ് ജാക്കറ്റുകളും ചെറിയ ലൈഫ് ബോട്ടുകളുമുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ബൈ ചാൻസ് ഡക്കിൽ നിന്ന്, അതായത് ഷിപ്പിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുവാൻ വേണ്ടി ലൈഫ് ജാക്കറ്റുകളിലും അവരെ അവിടുന്ന് സ്വസ്ഥതയോടെ കയറ്റിയെടുക്കുവാൻ വേണ്ടി ഈ ഷിപ്പുകൾ മേളിൽ നിന്ന് താഴേക്ക് ഇറക്കുവാൻ ഇടയായിത്തീരും. ചെറിയതാ അത്. ആ ചെറിയ എന്താ പറയുക, കപ്പിയും കയറും ഒരു സാധനം വഴി താഴേക്ക് ഇറക്കി അതിനകത്ത് അവരെ സേവ് ചെയ്യുവാൻ ഇടയായിത്തീരും. ഇതുപോലെ ചെറിയ ബോട്ടുകൾ വെള്ളത്തിലിറക്കി ഇതിനകത്ത് കപ്പലുടമസ്ഥനും മാലൂമിയും കപ്പൽ ജീവനക്കാരും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ്ലീഹ പറഞ്ഞപ്പോൾ ശതാധിപൻ അത് കേട്ടിട്ട് കപ്പലിന്റെ സൈഡിലുള്ള ബോട്ടുകളുടെ വള്ളി അല്ലെങ്കിൽ കയറ് അറുത്തു കളഞ്ഞു. വായിച്ചോട്. ആ ആ ആ ആ ആ ആ 14 ദിനരാത്രങ്ങളായി ഇവർ ആഹാരം കഴിക്കാതെ, ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല, ഈ മഹാസമുദ്രത്തിനകത്ത് ഒടുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുമ്പോൾ പൗലോസ് പറയുക, നിങ്ങളുടെ ജീവരക്ഷയ്ക്കുള്ള ആഹാരം കഴിപ്പാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വായിച്ചോ. ആ ആ ശ്രദ്ധിക്കൂ, 10-ാം വാക്യത്തിൽ പറഞ്ഞു കപ്പൽ നമ്മുടെ പ്രാണനും ഏറിയ കഷ്ടനഷ്ടമുണ്ടാകും. 21-22 പറഞ്ഞു നമുക്കാർക്കും ഒന്നും സംഭവിക്കത്തില്ല. ദർശനമുള്ള ദൈവഭക്തൻ 14 ദിനരാത്രങ്ങൾ കഴിഞ്ഞപ്പോഴും അയ്യോ തീർന്നല്ലോ ദൈവമേ, സകലതും പോയെന്ന് പറഞ്ഞ് 275 എണ്ണത്തിനെയും പിന്നെയും മനസ്സും അടുപ്പിക്കണവനായിട്ടല്ല, നിങ്ങളുടെ ആരുടെയും തലയിലെ ഒരു രോമം പോലും പൊഴിയുവാൻ ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം അനുവദിക്കത്തില്ല എന്ന് മഹാസമുദ്രത്തിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് ഒരു ദൈവം ഭക്തൻ പ്രബോധിപ്പിക്കുവാൻ കാരണമെന്താണെന്നറിയാമോ? അവന്റെ ഉള്ളത്തിൽ കയറിയതാകുന്ന യേശുവിനെ കുറിച്ചുള്ള സ്നേഹം. ഏതു പ്രതിസന്ധിയുടെ നടുവിലും എന്നെ വലങ്കരം പിടിച്ചു നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് ചിന്തയാണ് ആ ദൈവഭക്തനെ കൊണ്ട് അങ്ങനെ പറയിപ്പാനിടയായിച്ചിരുന്നത്. അപ്പോഴാണ് ഇവൻ ആരാണ്, ഇവൻ ഏത് ദൈവത്തെയാ സേവിക്കുന്നതെന്ന് 274 പേർക്ക് മനസ്സിലായത്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ യേശു ചെയ്തതാകുന്ന അത്ഭുതങ്ങളുടെ മലയാളങ്ങളും കണ്ടതാകുന്ന കുറെ ആൾക്കാരായി കൂട്ടത്തിലൊക്കെ ഉള്ളവര്, മർക്കോസിന്റെ മാളികമുകളിൽ ഇറങ്ങിയതാകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചവരിൽ പലരും മറ്റു പലരും അതൊക്കെ അറിഞ്ഞും കേട്ടവരും ഒക്കെ ഉണ്ട്. ക്രേത്തയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൂടിയവരിൽ. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ദൈവത്തെ
കഴിക്കാൻ പോകുന്ന ആഹാരമെടുത്ത ദൈവത്തിന് മുൻപാകെ വാഴ്ത്തിയപ്പോൾ മനസ്സിലായി, യോന പറഞ്ഞ പോലെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ ദാസനാണ് ഞാൻ. യോന പറഞ്ഞതുപോലെ അയ്യോ, നസ്രേനാകുന്ന യേശുവിൻ്റെ അംബാസഡറായ മനുഷ്യനാണല്ലോ പൗലോസ്ലീഹ എന്ന് അവർ തിരിച്ചറിയുവാനിടയായി. വായിച്ചോട്ടെ ബാക്കി. അയ്യോ, ആ ദൈവത്തിന്റെ ഭക്തനാണോ ഇവനെന്ന് തിരിച്ചറിവ് നിമിത്തം അവരെല്ലാം ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. വേഗം വായിച്ചോ, സമയം പോകുന്നു, വേഗം വായിച്ചോ. നങ്കൂരം എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലോ, ഹാങ്കർ. കപ്പലിനകത്ത് എടുത്തുവിടുവാൻ കഴിയാത്ത ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമാണ് ആങ്കർ. എടുത്ത് അറുത്ത് കളഞ്ഞു. ചുക്കാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഏറ്റവും വലിയ തുഴ. ഒന്നുകൂടി പറഞ്ഞാൽ, കപ്പലിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ കണ്ടില്ലയോ ഈ വള്ളമൊക്കെ തുഴയുമ്പോൾ കുറേ തുഴക്കാർ കാണും. അതിനകത്ത് ഏറ്റവും മുമ്പിൽ നിന്ന് തുഴയുന്ന അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ നിന്ന് തുഴയുന്ന ഒരു വലിയ പങ്കായം പിടിച്ചൊരു വ്യക്തി കാണും. അതാണ് ചുക്കാൻ. പെരുമ്പായ് കാറ്റിന് മുഖമായി കൊടുത്തു. പായ്ക്കപ്പലിനകത്ത് ഒരു പായ്, ചെറുതിനകത്തൊക്കെ ഒരു ഇതേ ഉള്ളൂ, വലുതിനകത്ത് 2-3 പെരുമ്പായ് കാറ്റിന് മുഖമായി കൊടുത്ത് അഴിമുഖം പോലെ സ്ഥലത്ത് ചെന്ന് കയറുവാൻ കപ്പൽ അടിഞ്ഞ് അണിയമുറച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതാകുന്ന ആ മോട്ടർ അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പല്ലർ ആ ചെളിക്കകത്ത് കയറി ഉറച്ച് അത് ഇളക്കമില്ലാതെയായി. അമരം തിരയുടെ ഖേദത്താൽ ഉടഞ്ഞുപോയി. എന്താണ് അമരം എന്നറിയാമോ? നമ്മുടെ അമരക്കാരൻ ആരാണ്? യേശു കർത്താവ്. അപ്പോൾ അമരം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജീവിത പടകനെ നിയന്ത്രിക്കുന്ന മുൻഭാഗം അത് തകർന്നു പോകുവാൻ, തിരയുടെ ഖേദത്താൽ അമരം ഉടഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. തടവുകാരിൽ ആരും നീന്തി രക്ഷപ്പെടാതിരിക്കുവാൻ പടയാളികൾ വെട്ടിക്കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ ശ്രദ്ധിക്കൂ, യൂലിയോസ്, സീധോനിൽ വെച്ച് അസാധാരണമായ ദയ കാണിച്ച യൂലിയോസ് പറയുക, പൗലോസിനുള്ള സ്നേഹം നിമിത്തം ആ മനുഷ്യൻ പറഞ്ഞു അത് ചെയ്യണ്ട. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. അതിന് മുന്നിലാകുന്ന ഒരു വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും, 20-ാം വാക്യം, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ പ്രസംഗത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെ ശുഭ തുറമുഖമാണ്. സത്യത്തിൽ ശുഭ തുറമുഖത്താണ് ഇവർ ചെന്നെത്തിയത്. ഇപ്പോൾ ലോകം പറയും, അയ്യോ 276 പേരുമായി വളരെ ആഡംബരത്തോടു കൂടി യാത്ര ചെയ്തു. എന്നാൽ ഇപ്പൊ നോക്കൂ, അമരം തിരയുടെ ഖേദത്താൽ ഉടഞ്ഞ, അണിയം ഉറച്ചുപോയ, സർവ്വതും നഷ്ടപ്പെട്ട പരദേശികളെ പോലെ മെലിത്ത ദ്വീപിൽ കയറി വന്ന ഇവർ ശുഭ തുറമുഖത്താണോ എത്തിയത്? പക്ഷെ ദൈവത്തോട് ചോദിച്ചാൽ കർത്താവ് പറയും, ഇതാണ് ശുഭ തുറമുഖം. എന്താ കാരണമെന്നറിയാമോ? യൂറോപ്പിന്റെ മണ്ണിൽ ആദ്യമായി ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം എത്തിയത് മെലീത്ത അല്ലെങ്കിൽ മാൾട്ട എന്ന ദ്വീപിലാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, മെലീത്ത അല്ലെങ്കിൽ മാൾട്ട എന്ന ദ്വീപിൽ ആടിയുലഞ്ഞ് തകർന്നു വാരിയ ഒരു കപ്പലും സകലതും നഷ്ടപ്പെട്ടതാകുന്ന നനഞ്ഞ് വേദനയോടും കുളിരോടും കൂടി ഒരു കൂട്ടം ജനം ചെന്ന് കയറുമ്പോൾ അവരോടുകൂടെ അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിറക്കുന്നവന്റെ ജീവനുള്ള സുവിശേഷത്തിന്റെ വക്താക്കളായി ചെന്ന് കയറിയതെന്ന് ആ മെലീത്ത നിവാസികൾ അറിഞ്ഞില്ല. ഞാനൊരു കാര്യം അടിവരയിട്ടവിടെ പറയാം, ഞാനും നിങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ ഭാരവും പ്രയാസവും വേദനയും നിന്ദയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന സുവിശേഷത്തിന് ബന്ധനമില്ല.
സുവിശേഷത്തിന് അന്ധകാരമല്ല, സുവിശേഷത്തിന് വെളിച്ചമാ. കാൽവറി കൊലക്കളങ്ങളിൽ കൊളുത്തിയതാകുന്ന ആ സുവിശേഷത്തിന്റെ ശക്തി ഇന്നും വൻകരകളെ കീഴടക്കുന്നെങ്കിൽ അതിന്റെ പിൻപിലെ കാരണം ഇത്രയേ ഉള്ളൂ. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ആ ദൈവഭക്തൻ ഒരു പരാതിയും പരിഭവവും പറയാതെ പുതിയ നിയമസഭയ്ക്ക് ലേഖനങ്ങൾ എഴുതി കൈമാറുമ്പോൾ സന്തോഷിപ്പീനെന്ന് ആ ദൈവഭക്തൻ പറയുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, AD 68-69 പ്രൈസ് ദി ലോർഡ് തന്റെ ചിരച്ഛേദം നടക്കുവാൻ വേണ്ടി റോമിലെ ഓസ്റ്റിയൻ റോഡിൽ ട്രിഫൻഡോൺ എന്ന് പറഞ്ഞതാകുന്ന ആ സ്ക്വയറിൽ വെച്ച് ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറയുന്ന പൗലോസ്ലീഹ ഇപ്പോൾ നിൽക്കുന്നത് ശുഭ തുറമുഖത്താണോ? ലോകം പറയും, പൗലോസേ നിനക്കെത്രയോ ശ്രേഷ്ഠകരവും മാന്യകരവുമായ ഒരു സംസ്കാരം യഹൂദന്മാരാകുന്ന പരീക്ഷ പ്രമാണിയായിരുന്നു നിനക്ക് ലഭിക്കേണ്ടതാ. എന്നാൽ റോമിലെ ആ ഓസ്ട്രിയൻ റോഡിൽ ട്രിഫൻഡോൺ എന്ന് പറഞ്ഞ സ്ക്വയറിൽ വെച്ച് നിന്റെ ശിരച്ഛേദം ഒരു ഖഡ്ഗത്താൽ നടത്തുമ്പോൾ നിനക്ക് ഈ ലോകത്തിൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഞാൻ അടിവരയിട്ട് പറയാം, ലോകം എന്നെ നിങ്ങളെ വിധിക്കും. നീ ഈ ലോകത്തിൽ എന്ത് നേടി? ഒന്നും നേടിയില്ലെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ പറയണം, ഞാൻ വിശ്വസ്തയോടെ ഈ പെട്ടകം ചുമന്നു, ദൈവം എന്നെ എത്തിക്കേണ്ട അടുത്ത് ഒത്തെത്തിച്ചു. ശ്രദ്ധിക്കൂ, ഇവർ എവിടെ നിന്ന് യാത്ര തിരിച്ച മെലീത്ത ദ്വീപിൽ ചെന്നെത്തുവാൻ ഇടയായി തീർന്നു. മെലീത്തയിൽ നിന്ന് ദൈവം പിന്നെ ഭക്തന്മാരെ ശ്രേഷ്ഠകരമായി സുരേക്കോസ്, രഗ്യോൻ, ഇത്തല്യ, പതുല്യ, അപ്തംബ്യ, ത്രിമണ്ഡപം, റോമ എന്ന് പറഞ്ഞതാകുന്ന ആ സ്ഥലത്തേക്ക് പോയത് രാജകീയമായ പ്രൗഢിയോടുകൂടി. പിബ്ലിയോസിന്റെ പിതാവിന്റെ പനിയെ രോഗത്തെ ശാസിച്ചമർത്തിയതിനു ശേഷം ആ പട്ടണത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ യൂറോപ്പിന്റെ പല നന്മകളും ആ ഭക്തനെ അവിടെ മാടി വിളിച്ചെങ്കിലും തൻ്റെ ഉള്ളിൽ വീണ ആത്മീക ദർശനം കെട്ടുപോകാതെ കൂടെ ഇരുന്ന 275 പേരെയും ബലപ്പെടുത്തുന്ന ആത്മബലത്തോടെ 14 ദിനരാത്രങ്ങൾ ആ ദൈവഭക്തൻ കടലിനകത്ത് കിടന്ന് അനുഭവിച്ച കഥകളെക്കാൾ വലുതൊന്നുമല്ല ഈ ലോകത്തിൽ മറ്റാരും അനുഭവിച്ചത്. ശ്രദ്ധിക്കൂ, ആ റോമിലെ ആ സ്ഥലത്ത് ഓസ്റ്റിയൻ റോഡിലെ ട്രിഫൻഡോൺ എന്ന് പറഞ്ഞ ആ സ്ക്വയറിൽ വെച്ച് പൗലോസ്ലീഹായെ കൊല്ലുവാനുള്ളതാവുന്ന വാള് തൻ്റെ കഴുത്തിൽ ആ ഖഡ്ഗം വീഴുമ്പോൾ, ഇതാ ഞാൻ പാനീയാഗമായി അർപ്പിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് നിലവിളിച്ചൊരു ഭക്തനെയല്ല കാണുന്നത്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം കാത്തു വിശ്വാസത്താൽ ഞാൻ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു എന്ന ഭക്തൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനൊരു ഓട്ടർക്കോൾ നിങ്ങൾക്ക് തരികയാ. ഈ കർത്താവിന് വേണ്ടി അന്ത്യം വരെയും ഈ വിശുദ്ധ പ്രമാണം ചുമക്കുവാൻ ഞാൻ എന്നെ തന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് വലങ്കരം നെഞ്ചത്തോട് വെച്ച് പറയുവാൻ കഴിയും? ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ ചെന്നാലും ഈ കർത്താവിനെയും ഈ പ്രമാണത്തെയും വിട്ടൊരു ജീവിതം എനിക്കില്ല. ഞാനും എൻ്റെ സന്തതി പരമ്പരയും ഈ പ്രമാണം വിട്ടൊരു ജീവിതം എനിക്കില്ല. പറയുവാൻ കഴിയുമോ? ഞാൻ ഒന്നുകൂടി ആരംഭത്തിൽ പറഞ്ഞ പദം പറയുക, അഹം ഇഹം സ്വയം വെടിഞ്ഞ് കപ്പലല്ല കപ്പലുകളുടെ ഉടമയായിരുന്ന ഒരു പിതാവിന്റെ സർവ്വസമ്പത്തും വിട്ടിട്ട് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവഭക്തൻ അവസാനമായി ഉണ്ടായിരുന്നത് തണുപ്പ് മാറ്റുവാൻ കഴിയുന്നതാകുന്ന ഒരു പുതപ്പും ചില തുവൽ ചുരുളുകളുമായിരുന്നു. തന്റെ വളർത്തുപുത്രനെന്നോ ആത്മീക പുത്രനെന്നോ പറഞ്ഞ തിമോത്തിയോസ് തന്നെ കാണുവാൻ ഓടിയെത്തുമ്പോൾ സഹതടവുകാർ പറഞ്ഞൊരു പദമുണ്ട്, തിമോത്തിയോസ് വന്നില്ലേ എന്ന് ചോദിച്ച എല്ലാ ദിവസവും നിന്നെ നോക്കി പാർത്തിരുന്ന ഒരു അപ്പനുണ്ടായിരുന്നു ഇവിടെ. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ജംഗ്ഷനിൽ വെച്ച് ആ ദൈവഭക്തന്റെ ശിരസ് റോമൻ പട്ടാളം അറുത്തുമാറ്റുവാൻ ഇടയായി തീർന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യേശു ജീവനുള്ള ദൈവമാണെന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ. കൈസർ യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒരു ദൈവഭക്തന്റെ ശിരസറുത്തു മാറ്റിയപ്പോൾ ആ ദൈവഭക്തന്റെ മേൽ ദൈവം ഇട്ടതാകുന്ന നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും ഫലമായി ആ ദൈവഭക്തനെ കുറിച്ച് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ റോം ക്രൈസ്തവരുടെ ഏറ്റവും വലിയ സമ്മേളന നഗരിയായി അല്ലെങ്കിൽ ക്രൈസ്തവരുടെ സങ്കേത സ്ഥലമായി മാറുവാൻ ഇടയായി തീർന്നെങ്കിൽ പാർക്കുന്ന പട്ടണത്തിൽ മുഴങ്കാൽ മടക്കി രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിപ്പാൻ തയ്യാറായാൽ ജീവിത പടകിന് നേരെ അഞ്ഞടിക്കുന്ന ഏതു പ്രതിസന്ധികളെയും ജയമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള ആത്മപ്രബോധനത്തോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. യോഹന്നാൻ